റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ നമ്മളുടെ 411 ഹിമാലയൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എന്തെന്നറിയോ, നല്ല റോയൽ ലൈനപ്പിലുള്ള ഒരുപാട് വണ്ടികൾ, ഒരു മാൻലി എന്താ പറയുക, ആണത്തത്തിൻ്റെ പര്യായം എന്നൊക്കെ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരുപാട് മാൻലി ബൈക്കുകൾ അവതരിപ്പിച്ച് ഇങ്ങനെ വർഷങ്ങളായിട്ട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മനസ്സ് കീഴടക്കി നിൽക്കുന്ന ഒരു ലൈനപ്പിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇരുമ്പ് കഷ്ണം പോലത്തെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് നമ്മളെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 411. ആ വണ്ടി കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇതായിരുന്നു, എന്ത് പറ്റി ഇവർക്ക് ഇതുപോലത്തെ ഒരു അസ്ഥികൂടം പോലത്തെ ഒരു വണ്ടി എന്തിനാണ് അവർ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ആദ്യത്തെ എക്സ്പ്രഷൻ. ബട്ട് എൻ്റെ ആദ്യത്തെ ബൈക്കും എൻ്റെ ആദ്യത്തെ ലഡാക്ക് റൈഡ് ചെയ്തിട്ടുള്ള ബൈക്കും ഹിമാലയനാണ്. ഞാൻ ആ വണ്ടി മേടിക്കുന്നത് ഒരു ടെസ്റ്റ് റൈഡ് പോലും ചെയ്യാണ്ട. കാരണം ഒരു വർഷത്തോളം ഞാൻ അതിനെ ഒബ്സർവ് ചെയ്തു. ഒരുപാട് ആൾക്കാരിൽ നിന്നുള്ള കിടിലൻ റിവ്യൂകൾ കിട്ടി. ഞാൻ നേരെ റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി മേടിച്ച് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ലീവിന് പോയിട്ടാണ് ഫസ്റ്റ് ആ വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് നോക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആകെ മൊത്തം നോയ്സും ആകെ ചൂടും ആകെ മൊത്തത്തിലൊരു റഫായിരുന്നു എനിക്ക് ഫസ്റ്റ് എക്സ്പ്രഷൻ. ബട്ട് ഫസ്റ്റ് റൈഡ് ഞാൻ മൂന്നാറിലേക്ക് പോയി, നിലമ്പൂരിൽ നിന്ന് പോയി വന്നതിന് ശേഷം എൻ്റെ കംപ്ലീറ്റ് മൈൻഡിലുണ്ടായിരുന്ന ആ ഒരു ചിത്രമേ മാറ്റിക്കളഞ്ഞു. പിന്നെ അതിനുശേഷം 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ ലഡാക്കുകൾ, 2 നോർത്ത് ഈസ്റ്റ്, ആ വണ്ടി ഞാൻ ഏകദേശം 1.25 ലക്ഷം കിലോമീറ്റർ ഞാൻ ഓടിച്ചു. അത്രയും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തന്നു. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ പാൻ അമേരിക്ക 1252, ഇത്രയും ഒരു വലിയ പേരാണ് വണ്ടി. അതേപോലെ വലിയൊരു വണ്ടിയാണ്. എന്താ പറയുക, ഒരു ഏലിയൻ കുഞ്ഞെന്നൊക്കെ പറയാൻ പറ്റും. ഒരു റോബോട്ടിക് കുഞ്ഞിങ്ങനെ ചാടി ഇറങ്ങി വരുന്ന ഒരു ഫീലാണ് ഈ സാധനം. കാരണം ഈ സാധനം ഞാൻ ഫസ്റ്റ് കാണുന്നത് ഇതേ ഫീൽ, റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഇറക്കിയപ്പോണ്ടായിരുന്ന അതേ ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഹാർലി ഡേവിഡ്സൺ പാൻ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചർ സീരീസ് ഇറക്കിയിരുന്നു. കാരണം ബോബറും ഇപ്പോൾ എന്താ പറയുക, സ്ട്രീറ്ററും അങ്ങനെ കുറേ ക്രൂയിസർ സെഗ്മെൻറ്റിലേക്ക്, അവരുടെ കഫേ റൈസർ സെഗ്മെൻറ്റിലേക്ക് ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് പുതുതായിട്ട് കൊണ്ടുപോയി ലോഞ്ച് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഹാർലി ഡേവിഡ്സൺ എന്താ പറ്റിയത്. കാരണം അവരുടെ എൻജിൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു പണ്ടത്തെ ഹാർലിയൊക്കെ എനിക്ക് ഹാർലി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ പല ട്രാക്ടറിൻ്റെ എഞ്ചിൻ്റെ മേലെ ഒരു സീറ്റ് വെച്ചിട്ട് ഒരു ഹാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കയറുന്ന ഓടിക്കുന്ന ഫീലാണ്. കാരണം വൈബ്രേഷനും ഹീറ്റും നോയ്സും ആകെ മൊത്തത്തിലൊരു ഡിസ്കംഫർട്ടാണ്. ബ്രാൻഡ് വാല്യൂ, അത് ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡിൻ്റെ മേലെ ഇരുന്ന് പോകുന്ന ഒരു പ്രിവിലേജ്, അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഹാർലിയിലേക്ക് എല്ലാവരും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യമൊക്കെ അവിടെ മാറ്റി വയ്ക്കുക തന്നെ വേണം. ബട്ട് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അവർ ഈ സാധനം കൊണ്ട് ഇറക്കിയപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താ അവർക്ക് പറ്റിയത്, ഈ നമ്മുടെ റോയൽ എൻഫീൽഡിന് പറ്റിയ മാതിരി വല്ല പറ്റുമോ, അവർക്ക് പ്രാന്തായി പോയെന്ന്. കാരണം ഇത്രയും ബൾക്കി ആയിട്ടുള്ളൊരു എൻജിൻ ഒരു അഡ്വഞ്ചർ വെഹിക്കിളിനകത്ത് കുത്തി നിറച്ചിട്ട് ഹാർലീനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് ആദ്യം. ബട്ട് ഞാൻ 2013 സീസൺ 4 പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സാധനത്തിനെ കണ്ടു. നമ്മളെ ലഡാക്കിൽ നിന്ന് മണാലിയിലേക്ക് പോകുന്ന ബാരാലാച്ചയ്ക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു റൂട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു ഈ റോബോട്ടിക്സ് കുഞ്ഞുങ്ങൾ, ഈ ഏലിയൻ കുഞ്ഞുങ്ങൾ വരുന്ന പോലെ ഒരു 5-8 ഹാർലി ഇങ്ങനെ ലൈനപ്പിൽ ഇങ്ങനെ വന്നു. ഹെഡ്ലൈറ്റും ഫോഗ് ലാംപ്സും ഒക്കെ ഇട്ടുണ്ട്, ഹാസാർഡ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു അപ്പിയറൻസ് എന്നൊക്കെ പറയുമല്ലോ. ശരിക്കും നമുക്ക് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ ആ ഒരു പിക്ചർ ഇപ്പോൾ എൻ്റെ മൈൻഡിലുണ്ട്. എൻ്റെ തലച്ചോറ് കൂടെ കയറി ഇറങ്ങിയിട്ട് പോയി ആ ഒരു വ്യൂ. കുറച്ച് സെക്കൻഡ്സ് ഉണ്ടായിരുന്നുള്ള ആ ഒരു ദൃശ്യം. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഹാർലി ഡേവിഡ്സൻ്റെ പാൻ അമേരിക്ക എന്ന് പറഞ്ഞ ഈ ഒരു മുതലിനെ ആദ്യമായിട്ട് കാണുന്നത്. നമുക്കെല്ലാ മലയാളികൾക്കും എല്ലാ സാധാരണക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലോ, സ്വപ്നം കാണാൻ പറ്റും വലിയ വലുതൊക്കെ, നമുക്കൊന്നും ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. ബട്ട് നോ ഡൗട്ട് കുറേ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു 3 വർഷം ആദ്യമായിട്ട് ഞാൻ ഹാർലി ഡേവിഡ്സൺ പാൻ അമേരിക്ക സ്വന്തമാക്കിയിരിക്കുകയാണ്. സ്വന്തമാക്കാൻ UAE വരെ വരേണ്ടി വന്നു. നോ പ്രോബ്ലം. കാരണം നമ്മുടെ നാട്ടിൽ 10-30 ലക്ഷം വരുന്നുണ്ട്, 30+ ലാക്സ് എങ്ങാണ്ട് ഓൺ റോഡ് വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. ഒരു 10 to 12 ലാക്സിൻ്റെ പ്രൈസ് ചേഞ്ച് വരുന്നു നമുക്ക് ഇവിടെ ഈ ഒരു വണ്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. സോ പണ്ട് ഉണ്ടായിരുന്ന എല്ലാ പിക്ചേഴ്സും മാറ്റിമറിച്ചുകൊണ്ട് വൺസ് ഞാൻ ഈ വണ്ടി ഒന്ന് സ്വന്തമാക്കി. ആദ്യമായിട്ട് ഞാൻ പാൻ അമേരിക്ക ഓടിക്കുന്നത് ഈ വണ്ടിയല്ല, ടെസ്റ്റ് റൈഡിന് ഞാൻ ഈ വണ്ടി മേടിക്കാൻ പോയപ്പോൾ ടെസ്റ്റ് റൈഡിന് കണ്ട ഷോറൂമിലുണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. ഫുൾ കിറ്റെല്ലാം കയറ്റിയിട്ട് പാനിയേഴ്സും ടോപ്പ് ബോക്സ് എല്ലാം കയറ്റിയിട്ട് ഒരു യെല്ലോ കളർ വണ്ടി, നിങ്ങൾ മേ ബി റീലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ ഫസ്റ്റായിട്ട് ഓടിക്കുന്നത് പാൻ അമേരിക്ക. ആക്ച്വലി ഞാൻ പാൻ അമേരിക്ക മേടിക്കണം എന്നുള്ള യാതൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല മൈൻഡിൽ. എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ബൈക്ക് നമ്മുടെ യമഹയുടെ ടെനറെ 700. ഏതൊരു അഡ്വഞ്ചർ റൈഡറിനോട് ചോദിച്ചു കഴിഞ്ഞാലും ഒറ്റ വാക്കിൽ അവർ പറയും ടെനറെ. കാരണം ഒരു രക്ഷയില്ലാത്ത മുതലാണത്, അതൊരു ജന്മമാണ്.
ഞാനത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ യമഹേൻ്റെ ഷോറൂമിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നമ്മൾ ടെസ്റ്റ് റൈഡ് അടിക്കാൻ ചോദിച്ചപ്പോൾ അവർക്ക് ടെസ്റ്റ് റൈഡ് വെഹിക്കിൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ആ വണ്ടി നേരിട്ടൊന്ന് കാണാം, ഒന്ന് തൊടാം എന്നുള്ള പ്ലാനോട് കൂടി പോകാൻ നിൽക്കുമ്പോഴാണ് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ ഞാനൊരു പാൻ അമേരിക്ക കൊടുക്കാനുണ്ട് എന്നുള്ളൊരു ആഡ് കാണുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 UAE ദിർഹത്തിനാണ് അവർ പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വണ്ടി ഫോട്ടോസ് കണ്ടു, അവരെ കോൺടാക്ട് ചെയ്തു. കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് ആ റൂട്ടിൽ തന്നെയായിരുന്നു ഹാർലിയുടെ ഷോറൂം ഉണ്ടായിരുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോറൂം വരെ കയറി ആ വണ്ടീനെ പറ്റി വല്ല ഡീറ്റെയിൽസും കിട്ടുമെന്ന് നോക്കാൻ വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ആ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർ ചെന്നപ്പോൾ ആ വണ്ടീനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പാൻ അമേരിക്കയിൽ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. ഓരോ വേരിയൻറ്റിലും 2 മോഡൽസ് ഉണ്ട് എന്നുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡും പിന്നെ ഒന്ന് സ്പെഷ്യലും. ഈ സ്പെഷ്യലിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ എന്തായാലും വണ്ടീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയുന്നുണ്ട്. ആ റിവ്യൂവിൽ ഞാൻ ഇതിനെ പറ്റിയുള്ള ബാക്കി കഥകളെല്ലാം പറയും. സോ അവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ നോക്കാൻ പോകുന്ന വണ്ടി സ്റ്റാൻഡേർഡാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോറൂമിൽ ഒരു ബൈക്ക് അവൈലബിൾ ആണ്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ. ഇത് സ്പെഷ്യൽ എഡിഷനാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ആഡ് ഓൺ ചെയ്യേണ്ട ഫീച്ചേഴ്സാണ്. സോ ആ വണ്ടി നിങ്ങൾ മേടിച്ചതൊക്കെ ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് നഷ്ടമാവും. ജസ്റ്റ് ഇതൊന്ന് ഓപ്ഷൻ നോക്കി നോക്കുമെന്ന് പറഞ്ഞു. വണ്ടി ടെസ്റ്റ് അടിച്ചു. ഈ ലുക്കും കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഓറഞ്ച് KTMൻ്റെ കളർ എല്ലാം നന്നായിട്ട് സിങ്ക്. അപ്പം ഒന്നും നോക്കില്ല, നേരെ ഇതിന് കൈ കൊടുത്തു. 3 ദിവസം കൊണ്ട് വണ്ടി ഇറക്കി. പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ ഒരു 5-6 മാസത്തെ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്സ്. എനിക്ക് സ്ട്രെസ്സ് കാരണം ഇവിടെ മറ്റേ എന്തെന്ന് പറയുക, ഒരു താടിയൊക്കെ പോകുന്നൊരു അസുഖം ഉണ്ടല്ലോ, അലോപേഷ്യ, അതൊക്കെ വന്നിരുന്നു. 5-6 മാസം ബൈക്കൊന്നും ഓടിക്കാതെ ഇരുന്നിരുന്ന്. ഇപ്പോൾ ഇത് കൈ കിട്ടി, ഒന്ന് റിലാക്സായി. ഒരു 1.5 മാസം ഞാൻ എന്താ ഇത്രയും വൈകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വണ്ടി നന്നായിട്ട് കയ്യിൽ വശമാവണം, നന്നായിട്ട് എനിക്കിത് വഴങ്ങണം. അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ തന്നെ അർഹനാവുള്ളൂ. സോ ഓൾമോസ്റ്റ് ഒരു 1000+ കിലോമീറ്റേഴ്സ് നമ്മളിപ്പോൾ ഓടിച്ചു ഈ ഒരു ഷോർട്ട് ടൈമിൽ. ഡ്യൂട്ടിക്ക് പോയി വരಲು 1-2 പ്രാവശ്യം അബുദാബി ദുബായിലൊക്കെ പോയി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഹാപ്പി. 1-2 പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ അടുത്ത റിവ്യൂ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ബട്ട് അപ് ടു നൗ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഞാൻ പാൻ അമേരിക്ക ഹാർലി ഡേവിഡ്സൺ കൊണ്ട്. സോ ഇതാണ് ഞാൻ ഹാർലി ഡേവിഡ്സൺ പാൻ അമേരിക്ക എടുക്കാനുണ്ടായ കാരണം, കഥയും. കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് വേറെ ആരിലേക്കും ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് മലയാളത്തിലുള്ള ഹാർലി ഡേവിഡ്സൺ പാൻ അമേരിക്കൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും സൈനിങ് ഔട്ട്, ടീക്ലാൻ റൈഡേഴ്സ് ഫ്രം അബുദാബി.